വിശ്വസിച്ചോ? ഇന്ന് മാത്രം നമ്മൾ പറയണം, ഇനി മേലിൽ എനിക്കത് ഫലിക്കത്തില്ല. ഹല്ലേലൂയ. അഭിഷേകമുള്ള നമ്മളെ തകർക്കുവാൻ, അഭിഷേകമുള്ള നിങ്ങളെ തകർക്കുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മളെ കണ്ടൊരു കർത്താവ്, നമ്മളെ അറിഞ്ഞൊരു കർത്താവ്, നമ്മളെ നന്നായിട്ട് അറിയുന്ന ഒരു കർത്താവ്, ആ കർത്താവിൻ്റെ പാദപീഠത്തിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിൻ്റെ ആഴം, നമ്മളെ വഴി നടത്തുന്ന കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, ഓരോ ദിവസവും നമ്മളെ ഇത്രമേൽ സ്നേഹിച്ച് നമ്മളെ നടത്തുന്ന ആ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, അതെത്ര പേർക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ ആരും മൗനമായിട്ടിരിക്കാതെ ഒന്ന് ചേർന്ന് പാടാൻ കഴിയുമോ? ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, എൻ ജീവനേക്കാളെന്നും. കരങ്ങളെ ഉയർത്താം. ആരാധിക്കും അങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. ഹല്ലേലൂയ. ആരാധിക്കും അങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. കർത്താവിനോടൊന്ന് പറയാമോ? ഒരു നാളിലും അങ്ങേ പിരിയാതെ അന്ത്യത്തോളം എന്നെ വഴി നടത്തണമേ എന്ന് മുമ്പ് നാം പറഞ്ഞത് കൂട്ട്, ഈ ലോകത്തിൻ്റെ ഒരു മാലിന്യവും നമ്മൾ ലേശാതെ, ഹല്ലേലൂയ, ഒരിക്കൽ പോലും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയും പിരിയാത്തൊരു ബന്ധം എൻ്റെ കർത്താവിനോട് കൂടെ എനിക്ക് വേണമെന്ന് എത്ര പേർക്കൊന്ന് പറയുവാൻ സാധിക്കും? ഹല്ലേലൂയ. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ചേർന്ന് പാടാമോ? ഒരു നാളിലും പിരിയാതന്ത്യത്തോളം ഓരോ നിമിഷവും കൃപയാൽ നടത്തിയിടുമേ. ഓരോ നാളിലും പിരിയാതന്ത്യത്തോളം ഓരോ നിമിഷവും കൃപയാൽ നടത്തിയിടുമേ. അങ്ങനെയെങ്കിലും ഒന്ന് പറയാമോ? ഞാനങ്ങേ സ്നേഹിക്കുന്നു, എൻ ജീവനേക്കാളെന്നും. ഞാനങ്ങേ സ്നേഹിക്കുന്നു, എൻ ജീവനേക്കാളെന്നും. ആരാധിക്കും അങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. ആരാധിക്കും അങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. തള്ളയും സ്നേഹിതർ തള്ളിയിടും. ജീവൻ നൽകി സ്നേഹിച്ചോർ വെറുത്തിടിലും. പെറ്റ തള്ളയും സ്നേഹിതർ തള്ളിയിടും. ജീവൻ നൽകി ഞാൻ സ്നേഹിച്ചോർ വെറുത്തിടിലും. നീ എന്റേതെന്നു ചൊല്ലി, നീ എന്റേതെന്നു ചൊല്ലി. ധൈര്യത്തോടൊന്ന് പാടാമോ? വിളിച്ചു എന്നോ മനപ്പേ, നീ എന്റേതെന്നു ചൊല്ലി. വിളിച്ചു എന്റെ ഓമനപ്പേ. ഉയർത്തിന്നോളമാക്കി. എന്തിനാണെന്നറിയാമോ? തിരുനാമ മഹത്വത്തിനാ. ഉയർത്തിന്നോളമാക്കി. തിരുനാമ മഹത്വത്തിനാ. ഞാനങ്ങേ
ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ ഹൃദയമോടെ ആരാധിക്കുന്ന ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ ഒറ്റപ്പെടലുകളാണ് നീ അനുഭവിച്ചതെങ്കിൽ ഇന്ന് എന്നോട് ചേർന്ന് ഈ വരികളൊന്ന് പാടുന്ന സമയത്ത് എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അരികിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? ഹല്ലേലൂയ. പാട്ടുകാരൻ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, പെറ്റ തള്ളയും നിന്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ സ്നേഹിതരൊക്കെ മാറിപ്പോകും. ഹല്ലേലൂയ. ഈ ലോകം തന്നെ നിനക്ക് മുൻപിൽ നിന്റെ വഴികൾ അടച്ചു വെച്ചേക്കാം. പക്ഷേ ഇന്ന് പകൽക്കാലം നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്, ആരെല്ലാം അകറ്റി നിർത്തിയാലും, ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും, നിന്നെ മാറ്റി നിർത്തിയാലും നിന്നെ മാർവോട് ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ആ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഈ ഹോളിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്കൊന്ന് പറയുവാൻ സാധിക്കും, എൻ്റെ കർത്താവേ, ഈ ലോകം എന്നെ മാറ്റി നിർത്തിക്കോട്ടെ, ഈ ലോകത്തിന്റെ സാഹചര്യങ്ങൾ എൻ്റെ മുൻപിൽ വഴി അടഞ്ഞോട്ടെ, പക്ഷേ എൻ്റെ മുമ്പിൽ തുറന്നു കിടക്കുന്ന ഒരു വിശാല വാതിൽ, എൻ്റെ കർത്താവിൻ്റെ വാതിൽ എനിക്ക് വേണ്ടി തുറന്നു കിടക്കുന്നുണ്ടെന്ന് എത്ര പേർക്കൊന്ന് ഉറപ്പോടെ പറയുവാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങയെ സ്നേഹിക്കും, എൻ്റെ ആയുസ്സിൻ്റെ നാളെല്ലാം ഞാൻ അങ്ങയെ സ്നേഹിക്കുമെന്ന് എത്ര പേർക്കൊന്ന് പറയുവാൻ സാധിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് കർത്താവിനെ ആരാധിക്കുന്നതിന് ഇതിനകത്തൊരു പരിധികളുമില്ല കേട്ടോ. നിങ്ങൾക്ക് എഴുന്നേറ്റ് നിങ്ങളുടെ കർത്താവിനെ ആരാധിക്കണോ? നിങ്ങൾക്ക് തുള്ളിച്ചാടി നിങ്ങളുടെ കർത്താവിനെ മഹത്വപ്പെടുത്തണോ? നിങ്ങൾക്ക് നൃത്തത്തോട് നിങ്ങളുടെ കർത്താവിനെ മഹത്വപ്പെടുത്തണോ? മുട്ടിന്മേലിൽ നിങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തണോ? കരയണോ? ആർത്തു വിളിക്കണോ? നിങ്ങൾക്ക് എന്തിനും പരിപൂർണ്ണ സാന്നിധ്യത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. കർത്താവിനെ ആരാധിച്ചവരൊക്കെയും മുന്നിലുള്ളതിനൊന്നും നോക്കിയിട്ടല്ല, അവരൊന്നു മാത്രമാണ് കണ്ടത്, എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കണം, എൻ്റെ യേശുവിൻ്റെ സ്നേഹം എനിക്ക് അനുഭവിക്കണം. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ ഉയർത്തിയ ഒരു കർത്താവ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ പുലർത്തിയ ഒരു കർത്താവ്. ഹല്ലേലൂയ. അവൻ്റെ പാദപീഠത്തിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ആർക്കും വർണ്ണിച്ചുകൂടാത്ത ഒരു നിത്യമായ സൗഭാഗ്യം, ആർക്കും വർണ്ണിച്ചുകൂടാത്ത ഒരു നിത്യമായ സന്തോഷം നമുക്ക് നൽകിയ നമ്മുടെ കർത്താവാണെങ്കിൽ ഇന്ന് പകൽക്കാലം അതരങ്ങൾ തുറന്ന് മൗനമായിട്ടിരിക്കാതെ അല്പസമയങ്ങൾ നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. എൻ്റെ യേശുവേ, ഇതുവരെയും നീ എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, ഇതുവരെയും നീ എനിക്ക് വേണ്ടി വിടുതലുകൾ തന്നു. യേശു ഇന്നും നാളെയും എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ, എനിക്ക് വേണ്ടി വഴികൾ തുറക്കുവാൻ എൻ്റെ യേശു വലിയവനാണെന്ന്, എൻ്റെ യേശു വലിയവനാണെന്ന്. ഹല്ലേലൂയ. ഓ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. അതരങ്ങൾ തുറന്ന് പാടാമോ? എൻ ജീവനെക്കാളെന്നു ഞാൻ അങ്ങേ എൻ ജീവനെക്കാളെന്നു. അതുകൊണ്ട് ആരാധിക്കുന്ന അങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. ഓ, ആരാധിക്കുന്ന അങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. നിന്നെ തള്ളിപ്പറഞ്ഞവരുടെ മധ്യത്തിൽ ഇന്ന് നീ അത്ഭുതമായിരിക്കുന്നതിൻ്റെ കഴിവല്ല കേട്ടോ. നിന്നെ മാറ്റി നിർത്തിയവരുടെ മധ്യത്തിൽ ഇന്ന് നീ ഇത്രയും അധികം സന്തോഷത്തോടെ നടക്കുന്നതിൻ്റെ കഴിവല്ല കേട്ടോ. ഞാൻ ഒന്ന് പറയാം, എൻ്റെ യേശു നിന്നെ കണ്ടത് കൊണ്ടാണ്, എൻ്റെ യേശു നിന്റെ നിലവുകളെ കണ്ടത് കൊണ്ടാണ്. ഹല്ലേലൂയ. നീ ഉരുവാകുന്നതിന് മുൻപ് എൻ്റെ യേശു എഴുതി വെച്ച ചില പ്ലാനുകൾ ഇന്ന് പകൽക്കാലം നിന്റെ മുൻപിൽ അത് വെളിപ്പെടാൻ പോവാ. ഹല്ലേലൂയ. ഇതുവരെ നിന്റെ മേൽ മൂടി വെച്ച ചില പ്ലാനുകൾ ഇന്നത് വെളിപ്പെടാൻ പോവാ, അത് മറനീക്കി പുറത്തു വരാൻ പോവാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നീ അടയാളം കാണും, വിശ്വസിച്ചാൽ നീ അത്ഭുത പ്രവർത്തികൾ കാണും, വിശ്വസിച്ചാൽ നീ യേശുവിനെ ഇന്ന് കാണാൻ പോവാ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കാൻ, നിന്റെ ജീവിതത്തെ ഒന്ന് മാറ്റി എഴുതുവാൻ, നിന്റെ മേൽ ശത്രു എഴുതി വെച്ചിരിക്കുന്ന വിധികൾ ഇന്ന് പകൽക്കാലം മാറ്റി എഴുതുന്ന ഒരു പകൽക്കാലമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് വിശ്വസിക്കുവാൻ സാധിക്കുന്നുണ്ട്? നിന്നെ തള്ളിപ്പറഞ്ഞവരുടെ മധ്യത്തിൽ ഇന്ന് നീ ഒരു അത്ഭുതമാകാൻ പോവാ. ഹല്ലേലൂയ.
നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞവരുടെ മധ്യത്തിൽ നിന്റെ കർത്താവ് നിനക്ക് ജ്ഞാനം പകരാൻ പോവാ. ഹല്ലേലൂയ. നിന്റെ സകല സാഹചര്യങ്ങളും നിന്റെ മുൻപിൽ അടഞ്ഞിരിക്കുമ്പോൾ എൻ്റെ യേശു വിളിച്ചു പറയുന്നു, നിനക്ക് വഴികൾ തുറക്കുവാൻ ഞാൻ ശക്തനാണെന്ന്. നിനക്ക് വഴികൾ തുറക്കുവാൻ ഞാൻ ശക്തനാണെന്ന്. ഹല്ലേലൂയ. എത്ര പേർക്കൊന്ന് പറയുവാൻ സാധിക്കും ഞങ്ങളോട് ചേർന്ന്? തള്ളിക്കളഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ല എന്നെ നീ, ചൂടുള്ളൊരപ്പവും കുളിരിനായി ചൂടും പകർന്നു തന്നു എന്നിൽ നീ. തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ല എന്നെ നീ, ചൂടുള്ളൊരപ്പവും കുളിരിനായി ചൂടും പകർന്നു പാടാമോ? ഇത്രമേൽ എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, എത്ര നേരം കാത്തു നിന്നെ. ശരിയല്ലേ? പല സാഹചര്യത്തിൽ നാം ചിന്തിച്ചതല്ലേ ഈ ദൈവത്തെ നാം എന്തിനാ വിളിച്ചപേക്ഷിക്കുന്നതെന്ന്? ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറയാം, നിന്റെ വാഗ്ദത്തങ്ങൾക്ക് കർത്താവ് ഒരു അവധി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത് സമാപ്തിയിലേക്ക് വരും, അത് സമാപ്തിയിലേക്ക് വരും. ഹല്ലേലൂയ. നിന്നെ നോക്കി ലോകം പറഞ്ഞില്ലേ, നീ എന്തിനാ ആരാധിക്കാൻ പോകുന്നതെന്ന്? നീ എന്തിനാ ഈ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത്? എന്നോട് ലോകം ചോദിച്ചതല്ലേ. ഹല്ലേലൂയ. ഒന്ന് അവരോട്, തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാതെ നമ്മളെ നടത്തുന്ന ഒരു കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അവൻ്റെ പേരാണ് യേശു. ഹല്ലേലൂയ. ഈ ലോകം തരാത്തത്, ഹല്ലേലൂയ, നിന്റെ വീട്ടിൽ നിന്ന് നിനക്ക് ലഭിക്കാത്ത മാന്യത എൻ്റെ യേശു നിനക്ക് നൽകും. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ വിധികളെ എൻ്റെ യേശു മാറ്റി എഴുതും. ഹല്ലേലൂയ. കൊള്ളത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് നിന്നെ കൊള്ളാവുന്നവനാക്കും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, യോഗ്യത കണ്ടിട്ടല്ല. ഹല്ലേലൂയ. നിന്റെ പണം കണ്ടിട്ടല്ല, നിന്റെ കാറ് കണ്ടിട്ടല്ല, നിനക്ക് ദൈവം തന്ന വീട് കണ്ടിട്ടല്ല. ഞാൻ ഒന്ന് പറയാം, ഇത് കർത്താവിലേക്ക് നിങ്ങൾ ഹൃദയത്തെ ഒന്ന് പകരാമെങ്കിൽ, എൻ്റെ യേശുവേ, എനിക്ക് തരുവാൻ ഒന്നുമില്ല കർത്താവേ. എനിക്ക് തരുവാൻ ഒന്നുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമാണ്. എന്നെ മുഴുവനായിട്ട് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിക്കുമെന്ന് എത്ര പേർക്കൊന്ന് പറയുവാൻ സാധിക്കും? ഹല്ലേലൂയ. ക്രൂശിൽ കിടന്നപ്പോഴും കർത്താവിൻ്റെ വേദന എന്താണെന്നറിയാമോ? അവൻ്റെ കൈകളിൽ കാലുകളിൽ തറഞ്ഞ, അവൻ്റെ ശിരസിൽ തറഞ്ഞ മുള്ളുകളോ ഒന്നുമല്ലായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും വിടുതലായിരുന്നു കർത്താവിൻ്റെ വേദന. ഹല്ലേലൂയ. നമ്മളെ രക്ഷിക്കുവാൻ, നമ്മളെ വിടുവിക്കുവാൻ ആ കാൽവറിയിൽ കർത്താവ് യാഗമായിട്ട് മാറി. ഹല്ലേലൂയ. ഇതുപോലെ ജീവൻ തന്ന് സ്നേഹിക്കാവുന്ന, ഇതുപോലെ ജീവൻ നമുക്ക് വേണ്ടി തന്ന് സ്നേഹിക്കുന്ന ആരെങ്കിലും ഈ ഉലക ചരിത്രത്തിലുണ്ടോ? ഇല്ല, 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 ഇല്ല. അങ്ങനെ നമ്മളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ ആ നമ്മുടെ യേശുവാ. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് മാന്യത കിട്ടിയത് നമ്മുടെ യേശുവാ കാൽവരിൽ നമുക്ക് വേണ്ടി ഒഴുക്കിയ രക്തമാണ്. ഇന്ന് നാം സന്തോഷത്തോടായിരിക്കുന്നത് ആ കാൽവരിൽ നമുക്ക് വേണ്ടി ഒഴുക്കിയ രക്തമാണ്. ഹല്ലേലൂയ. ഇന്നും നാം ജീവിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? യേശു നമുക്ക് വേണ്ടി ആ കാൽവറിയിൽ മരിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇപ്രകാരം പാടുന്നത്, എത്ര ദൂരം അങ്ങേ വിട്ടോടി ഞാൻ, പക്ഷേ എന്നെ തള്ളിക്കളയാതെ എന്നെ ചേർത്ത് പിടിച്ച്, ഹല്ലേലൂയ, ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലൊന്നും വഴുതി പോകാതെ എന്നെ ചേർത്ത് പിടിച്ച് ഇതിനകത്ത് നിർത്തിയെങ്കിൽ ഞാൻ അങ്ങേ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ അങ്ങേ സ്തുതിക്കും. ഞാൻ എൻ്റെ യേശുവിൻ്റെ നാമത്തെ വർണ്ണിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് അതരങ്ങൾ തുറന്ന് പറയുവാൻ സാധിക്കും? ആരും ഒരു കാഴ്ചക്കാരെ പോലെ ഇരിക്കരുതേ. ഹല്ലേലൂയ. ഞങ്ങളിവിടെ പാടുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന സാന്നിധ്യം നമ്മൾ ഒരുമിച്ച് അനുഭവിക്കുന്നത്. ഹല്ലേലൂയ.
യേശുവിനകത്ത് വന്നിട്ടുണ്ട്. യേശുവിനകത്ത് വന്നിട്ടുണ്ട്. ആ സാന്നിധ്യം നമ്മൾ ഒരുമിച്ച് അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ നാമത്തിന്, ആ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. അതിനൊരു ആദരവ് കൽപ്പിച്ചുകൊണ്ട് കണ്ണുകളെ ഒന്ന് അടയ്ക്കാമോ? കണ്ണുകളെ ഒന്ന് അടയ്ക്കാമോ? കണ്ണുകളെ ഒന്ന് അടച്ച് ആ കരങ്ങളെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിയിട്ട്, കരങ്ങളെ ഇരു കരങ്ങളെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിയിട്ടൊന്ന് പാടാമോ? ഇത്ര ദൂരം അങ്ങേ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ, എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ഓ ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാണെൻ്റെ എന്നെ മുറ്റും അറിയുന്നവൻ, എൻ്റെ ജീവന്റെ ജീവനാ. ലോകത്തിൻ സ്നേഹം അത് മാറിപ്പോകും കേട്ടോ. പക്ഷെ ഒരിക്കലും മാറാത്ത ഒന്നുണ്ടെങ്കിൽ അതെന്റെ യേശുവിന്റെ സ്നേഹമാ, അതെന്റെ യേശുവിന്റെ കരുതലാ. മുറ്റും നിന്നെ നന്നായിട്ട് അറിയുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. നിന്റെ ഭാവി അറിയുന്ന ഒരു കർത്താവ്. ഓ മാറുമേ, യേശുവാണ് എൻ്റെ എന്നെ മുറ്റും അറിയും. ഒന്ന് പറയാമോ? എന്റെ ജീവന്റെ എന്നുള്ളം നീ ക്ഷീണിക്കാതെ, നീ മടുത്തു പോകാതെ നിന്നെ മാർവോട് ചേർക്കുന്ന യേശു അപ്പായുടെ സ്നേഹം. ആ അപ്പായുടെ സ്നേഹത്തിൽ ചിറകിൽ ഞാൻ പറന്നുയരും, ഉയരത്തിൽ നാഥൻ സന്നിധി, എൻ്റെ ഉള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും എൻ്റെ യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും, ഉയരത്തിൽ നാഥൻ സന്നിധി. എത്ര പേർക്ക് അപ്രത്യാശയുണ്ട്? ഒരിക്കൽ ഞാൻ ചിറകിന്മേൽ പറന്നുയരുന്നൊരു ദിനമുണ്ടെന്ന്. ഹല്ലേലൂയ. നമുക്ക് മാത്രം പറയുവാൻ കഴിയുന്ന ഒന്നാണ്. ഹല്ലേലൂയ. എൻ്റെ യേശു അപ്പ വരുമ്പോൾ, എൻ്റെ കർത്താവ് വരുമ്പോൾ അവനോടൊപ്പം നാം ചിറകുകൾ മുളച്ച് പറന്നുയരുമെന്ന് എത്ര പേർക്ക് പ്രത്യാശയോടൊന്ന് പറയുവാൻ സാധിക്കും. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരാരും മൗനമായിട്ടിരിക്കാതെ അല്പസമയങ്ങൾ കർത്താവിനോട് സംസാരിച്ചിട്ട് തന്നാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ് ഗീതം ചിറകിൽ ഞാൻ പറന്നുയരും, ഉയരത്തിൽ നാഥൻ സന്നിധി, ചിറകിൽ ഞാൻ ഉയരത്തിൽ നാഥൻ സന്നിധി. ചിലത് പാതി വഴിയിൽ നിന്ന് ജീവിതത്തിൽ മുടങ്ങിപ്പോയ ചിലത് ഇന്ന് പകൽക്കാലം അതിനെ ഒന്ന് പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ കർത്താവ് ചില പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. നീ പ്രാർത്ഥനയിൽ മടുത്തു പോയതാ, ഇനി അത് പൊന്തി വരത്തില്ലെന്ന്. ഹല്ലേലൂയ.
പക്ഷേ ആ വിധിയെ ഇന്ന് എൻ്റെ യേശു മാറ്റി എഴുതാൻ പോവുക. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ എല്ലാവരും പറഞ്ഞതാ, ഇനി നീ അതിന് പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമില്ലെന്ന്. ഹല്ലേലൂയ. പക്ഷേ ഇന്നത് മാറ്റി എഴുതും. ഹല്ലേലൂയ. ഇന്നത് മാറ്റി എഴുതും. ഹല്ലേലൂയ. ഇന്നത് മാറ്റി എഴുതും. അത് നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് നീ ഇതിനകത്തൊന്ന് കടന്നു പോകത്തുള്ളൂ. ഹല്ലേലൂയ. പിന്നീടല്ല, ഇപ്പോൾ അത് സംഭവിക്കും. ഇപ്പോൾ. ഹല്ലേലൂയ. എൻ്റെ യേശു ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എൻ്റെ യേശു പോയിടത്തൊക്കെയും, യേശു നടന്നു പോയപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു. ഹല്ലേലൂയ. യേശു ചെന്ന് നിന്നിടത്ത് അത്ഭുതങ്ങൾ സംഭവിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു പകൽക്കാലമാണ്. ഹല്ലേലൂയ. ഇന്ന് നിന്റെ ജീവിതത്തിൽ നീ അറിയാത്ത വഴികൾ നിനക്ക് വേണ്ടി ഓപ്പൺ ആവുന്ന ഒരു ദിവസമാണ്. ഹല്ലേലൂയ. നിന്റെ ജീവിതം തന്നെ മാറി മറിയുന്ന, നിന്റെ ജീവിതം തന്നെ മാറ്റി എഴുതുന്ന ഹല്ലേലൂയ ഒരു ദിവസമാണിത്. ഹല്ലേലൂയ. നീ അറിയാത്ത ചില വഴികൾ, നീ അറിയാത്ത ചില നന്മകൾ നിനക്ക് വേണ്ടി എൻ്റെ യേശു തരുന്ന ഒരു പകൽക്കാലമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകത്തില്ലെന്ന് നിന്നെ നോക്കി വിധി എഴുതിയിടത്ത് എൻ്റെ യേശു അതിനെ ഓപ്പൺ ചെയ്യാൻ പോവാ. ഹല്ലേലൂയ. എൻ്റെ യേശു വലിയവനാ. അവനാൽ അസാധ്യമായ യാതൊരു കാര്യവുമില്ല. അവൻ പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീർ തുരുത്തിയിലാക്കി വെച്ച് നിനക്ക് മറുപടി തരുന്നൊരു കർത്താവ്. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീരിനെ കണ്ടിട്ട് മറികടന്നു പോകുന്നൊരു കർത്താവിനെ അല്ല ഞാനും നീയും ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് നീ ആരാധിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു പകൽക്കാലമാണ്. ഹല്ലേലൂയ. എൻ്റെ യേശുവിനാൽ കഴിയാത്ത, എൻ്റെ യേശുവിനാൽ കഴിയാത്ത യാതൊരു കാര്യവുമില്ല. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്. അല്പസമയങ്ങൾ അന്യഭാഷകളിൽ ഹല്ലേലൂയ. സ്വർഗം കേൾക്കുമാറ്, സ്വർഗം കേൾക്കുമാറ്. എൻ്റെ കർത്താവിനോടൊന്ന് സംസാരിച്ചു തുടങ്ങാമോ? എൻ്റെ യേശുവിനോടൊന്ന് സംസാരിച്ചു തുടങ്ങാമോ? ഹല്ലേലൂയ. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നുവെന്ന് വചനം പറയുന്നത്. ഇന്നൊന്ന് സംസാരിച്ചു തുടങ്ങിയാട്ടെ. നിന്റെ ഭാരമേറിയ വിഷയങ്ങൾ, നിന്റെ ഭാരമേറിയ വിഷയങ്ങൾ, നിന്റെ പ്രയാസങ്ങൾ, നിന്റെ ബുദ്ധിമുട്ടുകൾ എൻ്റെ കർത്താവിനോട് സംസാരിച്ചു തുടങ്ങിയാട്ടെ. നീ ഇന്ന് സംസാരിക്കുമ്പോ, നിന്റെ അതറോട് നീ കർത്താവിനോട് സംസാരിക്കുമ്പോ നിന്റെ ജീവിതത്തെ അത്ഭുതങ്ങൾ സംഭവിക്കും. എൻ്റെ ജീവിതത്തെ അത്ഭുതങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. കർത്താവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. കർത്താവിനോട് സംസാരിച്ചു തുടങ്ങിക്കോ. കർത്താവിനോട് സംസാരിച്ചു തുടങ്ങിക്കോ. ഇയ്യോബിന് നഷ്ടപ്പെട്ടു പോയത്, ഇയ്യോബിന് നഷ്ടപ്പെട്ടു പോയത് എന്റെ കർത്താവ് മടക്കി നൽകിയെങ്കിൽ, എന്റെ കർത്താവ് മടക്കി നൽകിയെങ്കിൽ ഇന്ന് പറഞ്ഞു തുടങ്ങിയാട്ടെ. എന്റെ ജീവിതത്തിൽ വന്ന പ്രതികൂലങ്ങൾ, എന്റെ ജീവിതത്തിൽ വന്ന പ്രയാസങ്ങൾ, എന്റെ ജീവിതത്തിൽ വന്ന നിന്ദകൾ, എന്റെ ജീവിതത്തിൽ വന്ന കഷ്ടതകൾ എന്റെ ദൈവം അറിയാതെ, എന്റെ യേശു അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും ഭവിക്കത്തില്ല. എന്റെ യേശു അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. നിന്റെ നന്മകൾ മടക്കി തരുവാൻ, നിനക്ക് പോയ സന്തോഷം മടക്കി തരുവാൻ, നിന്റെ നിന്ദകൾ മാറ്റി നിനക്ക് സന്തോഷം തരുന്നൊരു ദിവസം. ഹല്ലേലൂയ. അല്പസമയങ്ങൾ അതിനകത്തോടെ കർത്താവിനോട് സംസാരിച്ചു തുടങ്ങിയാട്ടെ. ഒരാത്മപ്രവാഹം, ഒരാത്മീക പ്രവാഹം ഇതിനകത്ത് കർത്താവ് അയച്ചിരിക്കുകയാ. പ്രാപിച്ചോ, 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 പ്രാപിച്ചോ.
അഭിഷേകമുള്ള നിന്നെ തൊടുവാൻ, അഭിഷേകമുള്ള നിന്നെ തകർക്കുവാൻ ഒരു ശത്രുവിന് കഴിയത്തില്ല കേട്ടോ. ഒരു ശത്രുവിന് കഴിയത്തില്ല. ഗോലിയാത്തിനെ തകർത്തുവാൻ അഭിഷേകമുള്ള ഒരുവൻ, അഭിഷേകമുള്ള ഒരുവൻ, ഹല്ലേലൂയ, അഭിഷേകമുള്ള ഒരുവൻ. അവനൊരു അഭ്യാസവും പഠിച്ചവനല്ല കേട്ടോ. പക്ഷെ എനിക്കറിയാം അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ, അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ ഇന്ന് പലതിനെ തകർക്കുവാൻ, ചിലതിനെ തകർക്കുവാൻ നിന്നെ കൊണ്ട് സാധിക്കും. ഹല്ലേലൂയ. നിന്നെ നോക്കി പറഞ്ഞ വിധികൾ മാറ്റി എഴുതുവാൻ നിന്റെ അഭിഷേകം നിന്നെ സഹായിക്കും കേട്ടോ. എത്ര പേർക്ക് അല്പസമയങ്ങൾ ആരും മൗനമായിട്ടിരിക്കാതെ അല്പസമയങ്ങൾ ആരും മൗനമായിട്ടിരിക്കരുത്, ആരും മൗനമായിട്ടിരിക്കരുത്. കർത്താവിനോടൊന്ന് സംസാരിച്ചു തുടങ്ങിയാട്ടെ. ഒരു വലിയ ദൈവിക സാന്നിധ്യം, ഒരാത്മീക പ്രവാഹം ഇതിനകത്ത് ചലിച്ചു തുടങ്ങിയിരിക്കുകയാ. ഹല്ലേലൂയ. നിന്നെ കൊണ്ട് പിടിച്ചു നിർത്താൻ കഴിയാത്തത്, നിനക്കൊരിക്കലും തടുത്തു നിർത്തുവാൻ കഴിയാത്തത് ആത്മാഭിഷേകം ഇതിനകത്ത് ചലിച്ചു തുടങ്ങിയിരിക്കുകയെ. ഹല്ലേലൂയ. അത് നിന്റെ വിധികളെ മാറ്റി എഴുതും. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന്റെ വിധികളെ മാറ്റി എഴുതും, നിന്റെ തലമുറകളുടെ വിധിയെ മാറ്റി എഴുതും, അത് നിന്റെ തന്നെ വിധിയെ മാറ്റി എഴുതും. Hallelujah, hallelujah, Jesus. Charam dere rikhan kamana vaishamana siyandana. Ora baba 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 shabari gani andana. Shamdeni andana vaishamprabana. Hallelujah, hallelujah, hallelujah. എഴുന്നേറ്റ് നിൽക്കണമെന്ന് നിങ്ങൾക്ക് ഹല്ലേലൂയ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ശാരപ്രഭാ വൈശമാനസിയാന്തന റംശേനിയാന്തന പ്രഭാന ഹത്തുന വൈശ റീഖാനിയാന്തന റീഹാല. ഹല്ലേലൂയ ജീസസ്. ശംദൽ ഖമന വൈശമാനസിയാന്തന. ഹല്ലേലൂയ ജീസസ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. എത്ര പേർക്ക് ആ സാന്നിധ്യം നന്നായിട്ടൊന്ന് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. വെറുതെ പറയുന്നതല്ല. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ വിധികളെ, പലരും നിങ്ങൾക്ക് വേണ്ടി എഴുതിയ വിധികളെ നിന്റെ യേശു മാറ്റി എഴുതാൻ പോവുക. ഹല്ലേലൂയ. അത് നിങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് നിങ്ങൾ കാണാൻ പോവുക. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ കണ്ണുകൊണ്ടല്ല കേട്ടോ, നിങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് നിങ്ങളത് കാണാൻ പോവുക. ഇന്ന് പകൽക്കാലം നിങ്ങളത് അനുഭവിക്കാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയുണ്ട്. ഹല്ലേലൂയ. ആ വ്യക്തിയുടെ പേര് മോശ എന്ന. മോശയുടെ ജനനം തന്നെ പ്രതികൂല സാഹചര്യത്തിന്റെ മധ്യത്തിലാണ് മോശ ജനിച്ചത്. പക്ഷേ ഒത്തിരി കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ചില ചെറിയ ചിന്തകൾ മാത്രം നിങ്ങളുടെ നിങ്ങൾക്കൊന്ന് മനസ്സിലാകത്തക്ക രീതിയിലൊന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ പോകും. മോശയുടെ ജനനം തന്നെ ഞാൻ പറഞ്ഞല്ലോ പ്രതികൂല സാഹചര്യത്തിലാണ്. ഫറവോൻ കൽപ്പന പുറപ്പെടുവിച്ചൊരു സമയമായിരുന്നു അത്. എന്താണെന്നറിയാമോ? ജനിക്കുന്ന ആൺകുട്ടികളെയെല്ലാം നൈൽ നദിയിൽ എറിഞ്ഞ് കൊല്ലണം, അങ്ങനെയല്ലായിരുന്നു. പക്ഷേ ഈ നമ്മൾ ആരാധിക്കുന്ന ആരാധനയ്ക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട് കേട്ടോ. ബൈബിളിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, മിരിയാം തപ്പെടുത്ത് ആർപ്പിട്ടു. മോശയുടെ സഹോദരിയാണ് മിരിയാം. ഇനി നിങ്ങളെന്നെ കേട്ടോണം. നൈൽ നദിയിൽ ഒഴുക്കിക്കളയാൻ ഫറവോൻ കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ മോശയുടെ സഹോദരി എന്ത് ചെയ്യുന്നറിയാമോ? ഒരു ഞാങ്ങണപ്പെട്ടിക്കകത്ത് മോശയെ ഒളിപ്പിച്ചിട്ട് ഈ അതേ നൈൽ നദിയിൽ ഒഴുക്കി വിട്ടു. ഞാൻ നിങ്ങളോട് ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം. ഞാൻ ഈ പറയുന്ന നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കുന്ന ചില ചിന്തകൾ മാത്രമാണ്. ഹല്ലേലൂയ. പക്ഷേ ഫറവോന്റെ പുത്രി കുളിക്കുവാൻ വന്ന സമയത്ത് ഈ ഞാങ്ങണപ്പെട്ടി കണ്ടു. ഇതെന്തെന്നറിയാൻ
തുറന്നു നോക്കി. അത്രമേൽ സൗന്ദര്യമേറിയ ഒരു കുഞ്ഞ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോണം, എവിടെ ഒഴുക്കിക്കളയാനാ ഫറവോൻ പറഞ്ഞത്? നൈൽ നദിയിൽ. മോശ എവിടുന്ന കരകയറിയത്? നൈൽ നദിയിൽ നിന്ന്. നിങ്ങളുടെയും ജീവിതത്തിൽ, എൻ്റെയും ജീവിതത്തിൽ നമ്മളെ ഒതുക്കി വെച്ച മേഖലകൾ കാണും, നമ്മളെ തടഞ്ഞു വെച്ച മേഖലകൾ കാണും. അതേ മേഖലകളിൽ നിന്നെ മാനിക്കുന്നൊരു കർത്താവ്, ഹല്ലേലൂയ, നിന്നെ ഉയർത്തുന്നൊരു കർത്താവ്, ഹല്ലേലൂയ, ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇനി കേട്ടോണം, ആരാധിക്കാൻ വരട്ടെ, ഇനി കേട്ടോണം. ഒരു നിമിഷം എന്നെ ശ്രദ്ധിക്കണേ.